ഞങ്ങളുടെ വീട് ഇന്ത്യയും നെല്ലിക്കോട് ഭാസ്കറിൻ്റെയും വീട് തൊട്ടടുത്ത് റോഡിനോട് ടച്ച് ചെയ്തുകൊണ്ടാണ്. ആ റോഡിൻ്റെ മറുപടിയാണ് പൊതുയോഗങ്ങൾ നടക്കാറ്. പച്ചക്കൊടി അത് മാപ്പിളാരുടേതാണ്. മറ്റേ ചെങ്കൊടി അത് നമ്മളുടേതാണ്. പിന്നെ ആ മൂവർണ്ണക്കൊടി ഉണ്ടല്ലോ, അത് മുതലാളിമാരുടേതാണ്. ഞാനിന്ന് ഒരു പൊതുപ്രവർത്തകനായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഞാനായിട്ട് രൂപാന്തരപ്പെട്ട് വന്നതിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയാം. എൻ്റെ തറവാട്ടിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ വലിയച്ഛൻ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം, അച്ഛൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം നിരവധി ഈ മിശ്രവിവാഹങ്ങൾ അക്കാലത്ത് ധാരാളം നടക്കാറുണ്ട്. ആ മിശ്രവിവാഹങ്ങളിൽ ഏർപ്പെട്ടവർക്ക് പിന്നീട് ഗ്രാമങ്ങളിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അക്കാലത്തുണ്ട്. അത്രമാത്രം ജാതി അടിമത്തം നിലനിന്നിരുന്നൊരു കാലഘട്ടം. മറ്റ് സവർണ ജാതികളിൽ നിന്ന് മാത്രമല്ല, സ്വന്തം ജാതികളിൽ നിന്നും വലിയ ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവിക്കേണ്ടി വരികയായിരുന്നു. ആ തരം ഒരു കാലഘട്ടത്തിൽ എൻ്റെ വലിയച്ഛൻ ഏറെക്കുറെ 10-12ഓളം കുടുംബങ്ങളെ അങ്ങനെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അവരുടെ മേഖലയിൽ ഉണ്ടായപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹം ഞങ്ങളുടെ തൊട്ടടുത്ത വീടുകളിൽ അദ്ദേഹം ഞാൻ കുട്ടിയാകുന്ന സമയത്ത് 4-5 വയസ്സുള്ള സമയത്ത് അങ്ങനെ അത്തരം ആൾക്കാരെ കുട്ടിയാകുന്ന സമയത്ത് തന്നെ നന്നായിട്ട് അറിയാം. ഞാൻ പ്രത്യേകിച്ചിട്ട് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്നത് ഒരു ക്രിസ്തു മതത്തിൽ ചേർന്ന് മതം മാറിയ ഒരു കുടുംബമായിരുന്നു. ഗിൽബർട്ട് എന്നായിരുന്നു ക്രിസ്ത്യാനിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്. കുഞ്ഞിക്കണ്ണൻ എന്നാണ് അദ്ദേഹത്തെ മറ്റുള്ളവർ വിളിക്കാറ്. ഭാര്യ ഗിൽന്തമ്മ. അവരും പിന്നെ അവർ ഹരിജൻ സ്ത്രീയായിരുന്നു. അവർ മിശ്രവിവാഹം ചെയ്തതിന് ശേഷം അവിടെ മലപ്പുറത്ത് എവിടെയോ ആയിരുന്നു അവരുടെ വീട്. അങ്ങനെ അവർ രക്ഷപ്പെടാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് എത്തുകയും ആരോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയച്ഛനെ കാണുക, അങ്ങനെയാണ് അവർ അവിടെ താമസം. ആ കുടുംബം ഇപ്പോഴും ഉണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു മകള് കളക്ടറേറ്റിൽ ഒരു സ്റ്റാഫായിരുന്നു. മകനെ എനിക്ക് നന്നായിട്ടറിയാം, സ്റ്റാലിൻ എന്നാണ് അദ്ദേഹം പേരിട്ടത്. അദ്ദേഹത്തിൻ്റെ പേര്, ഗിൽബർട്ടിൻ്റെ പേര് AKGയുടെ ആത്മകഥയിൽ പോലും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ച കാലഘട്ടത്തിനെ സംബന്ധിച്ച് AKG എഴുതുന്ന സമയത്ത് കോമൺവെൽത്തിലെ യൂണിയൻ്റെ പ്രധാന പ്രവർത്തകനായിട്ട് ഗിൽബർട്ടിനെ പറയുന്നുണ്ട്. തൊട്ട മുന്നിൽ തന്നെ ഒരു തട്ടാൻ ജാതിയിലുള്ള സ്ത്രീനെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു തീയൻ, അപ്പുട്ടി എന്ന് പറഞ്ഞാൽ അയാൾ കോമൺവെൽത്തിലെ ജോലിക്കാരനായിരുന്നു. അങ്ങനെ ഏറെക്കുറെ ഒരു 10-12ഓളം കുടുംബങ്ങളെ അദ്ദേഹം ചുറ്റുവട്ടങ്ങളിലായിട്ട് താമസിപ്പിച്ചു. ഈ തരം ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു എന്നുള്ളത് വെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനൊരു 8-9 വയസ്സാകുമ്പോഴേക്കും ഞങ്ങളുടെ കുടുംബത്തിൽ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ കോമൺവെൽത്തിലെ ഒരു തൊഴിലാളിയായിരുന്നു. അദ്ദേഹം കൃഷ്ണപിള്ളയോടൊപ്പം, കൃഷ്ണപിള്ളയാണ് കോമൺവെൽത്തിലും അക്കാലത്ത് കോട്ടൺ മില്ലിൽ ആദ്യമായിട്ട് യൂണിയൻ സംഘടിപ്പിക്കുന്നത്. ആ കാലത്ത് തന്നെ യൂണിയൻ പ്രവർത്തനത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പങ്കെടുത്തിട്ടുള്ള ആൾ. നെല്ലിക്കോട്ട് അന്നൊരു കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമാവാൻ കാരണം കോഴിക്കോട്ട് നെയ്ത്തുലാളികൾ ആണ് നെല്ലിക്കോട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നതിൽ പ്രധാന ഘടകം. അവിടെ മാത്രമല്ല, ചേരമ്പലം, കക്കോടി മേഖലകളിലെല്ലാം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് കേന്ദ്രം ആയി മാറിയതിൻ്റെ പ്രധാന കാരണം
കോഴിക്കോട്ടെ നെയ്ത്തൊഴിലാളികൾ 1000-ഓളം തൊഴിലാളികൾ കോമൺവെൽത്തിലുണ്ടായിരുന്നു. അത്ര തന്നെ തൊഴിലാളികൾ സാധാരണ കമ്പനിയാണ്. ഏറെക്കുറെ 10, 25, 30ഓളം പ്രധാന നെയ്ത്ത് ഫാക്ടറികളുണ്ടായിരുന്നു അക്കാലത്ത് കോഴിക്കോട്. അപ്പോൾ ആ രീതിയിൽ ഗോപാലേട്ടനാണ്, ഞാൻ ചുരുക്കിയിട്ട് പറയാം, ഗോപാലേട്ടനാണ് എന്നെ കമ്മ്യൂണിസത്തിൻ്റെ ബാലപാഠം പഠിപ്പിക്കുന്നത്. അത് എൻ്റെ കാരണം ഞങ്ങളിൽ തന്നെ ഉയർന്നു വന്ന ഒരു ചോദ്യമാണ്. ഒരു 8-9 വയസ്സിൽ ഞങ്ങളുടെ തൊട്ടപ്പറ്റമ്മൽ വയലിൽ, അത് ഏറെക്കുറെ 100ഓളം ഏക്കറുകളാണ്. ആ വയലിലാണ് അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന് മുന്നേ, എനിക്കന്ന് ഏറെക്കുറെ ഒരു 5-8 വയസ്സ്, അത് എനിക്ക് തോന്നുന്നു 38-39 കാലമാണ് സ്വാതന്ത്ര്യ സമരത്തിന് മുന്നേ. അപ്പോൾ അവിടെ നിരവധി പൊതുയോഗങ്ങൾ നടക്കും. പ്രധാനപ്പെട്ട കോഴിക്കോട്ട് പ്രധാന പൊതുയോഗങ്ങൾ ഒരുപക്ഷെ ഈ പറ്റമ്മലിലാണ്. എന്ന് വെച്ചാൽ റോഡിൽ ധാരാളം ആൾക്കാർക്ക് നിൽക്കാം, വയലാണെന്ന് വെച്ചാൽ വിശാലമായി കിടക്കുന്നു. അങ്ങനെ സർക്കസ് മറ്റേതൊക്കെ അവിടെയാണ് വരൽ. ആ പൊതുയോഗങ്ങൾ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരടുത്ത ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്, എൻ്റെയും നെല്ലിക്കോട് ഭാസ്കറിൻ്റെയും വീട് തൊട്ടടുത്ത് റോഡിനോട് ടച്ച് ചെയ്തുകൊണ്ടാണ്. ആ റോഡിൻ്റെ മറുപടിയാണ് പൊതുയോഗങ്ങൾ നടക്കാറ്. അവിടെ ഈ എൻ്റെ പാപ്പന് പന്തിപ്പായി കൂലി കൊടുക്കുന്ന ഒരു അതുണ്ട്, ഷോപ്പുണ്ട്. പക്ഷേ ഷോപ്പിൽ പന്തിപ്പായി വെക്കാൻ പറ്റില്ല, അപ്പോൾ വീട്ടിലാണ് വെക്കുക. അവിടുന്ന് ഞങ്ങളാണ് അത് പായി നിരത്തുക ആൾക്കാർക്ക് ഇരിക്കാൻ. അതിന് ഉത്തരവാദിത്വം ഞാൻ, നെല്ലിക്കോട് ഭാസ്കരൻ, പഴയ സിനിമാ നടൻ, മരിച്ചുപോയി, എൻ്റെ അനുജൻ, പിന്നെ നെല്ലിക്കോട് ഭാസ്കരൻ്റെ ജ്യേഷ്ഠൻ ഒരു കരുണാകരൻ നായർ, ഇങ്ങനെ 4 പേരാണ് അതിൻ്റെ. നൊണ്ടി വാസു. അപ്പോൾ ഞങ്ങൾ ഇത് അവസാനം വരെ ഇരിക്കണം പൊതുയോഗത്തിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് പോയിട്ട് വേണം ഞങ്ങൾക്ക് പായ് മടക്കി വീട്ടിലെത്തിക്കാൻ. അപ്പോൾ ഞങ്ങൾക്കതിനുള്ള പ്രതിഫലം, വാടക പാപ്പം വാങ്ങും, ഞങ്ങൾക്കും പ്രതിഫലമുണ്ട്. പ്രധാന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അന്ന് ചായ ഇല്ല, ഈ പ്രാസംഗികന്മാർക്ക് ഇളന്നിയാണ് കൊടുക്കുക. ആ ഇളന്നി അവർ കഴിച്ച തൊണ്ട്, പിന്നെ ബാക്കി വരുന്ന ഇളന്നി, അത് ഞങ്ങൾക്കുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, പായ് മടക്കേണ്ട 2 കാര്യത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ ഇരിക്കും. ഈ ചെങ്കൊടി, പച്ചക്കൊടി, മൂവർണ്ണക്കൊടി, ഇതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അവർ പരസ്പരം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറിയല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവസാനം ഞങ്ങൾ തീരുമാനിച്ചു, എന്തായാലും ഇവരെന്താണ് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയേണ്ട കാര്യം, അതിനെ പറ്റിയിട്ട് എന്തായാലും ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അതിന് ഞങ്ങൾ കണ്ടെത്തിയത് ഈ ഗോപാലേട്ടനെയാണ്. ഗോപാലേട്ടനോട് ഞാനും നെല്ലിക്കോട് ഭാസ്കരനും അനുജനും ഉണ്ട്. എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിന് അവിടെ പണിയുണ്ട്, വീട്ടിൽ വെച്ചിട്ട് ഈ ചായ മുക്കുന്ന പണിയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ എന്തായാലും തീരുമാനിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ 3 വർണ്ണ കൊടിയെ സംബന്ധിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, അതിലെ പച്ചക്കൊടി അത് മാപ്പിളാരുടേതാണ്, മറ്റേ ചെങ്കൊടി അത് നമ്മളുടേതാണ്, പിന്നെ ആ മൂവർണ്ണക്കൊടി ഉണ്ടല്ലോ അത് മുതലാളിമാരുടേതാണ്. അന്ന് മുതൽ ഞങ്ങൾ പിന്നെ 5 പേര് ഈ ചെങ്കൊടീൻ്റെ ആൾക്കാരായി. വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു അറിവാണ് അപ്പോഴും ഉണ്ടായതെങ്കിലും ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം വളരെ രസകരമായിട്ട് തന്നെയാണ് നടന്നതെന്ന്. അങ്ങനെ പിന്നീട് 10-13 വയസ്സിലാണ് ഞാൻ പി മാധവൻ, സ്റ്റാലിൻ മാധവൻ എന്നറിയാം, അദ്ദേഹം അവിടുത്തെ ആ മേഖലയിൽ തന്നെ വലിയൊരു പ്രവർത്തകനായിരുന്നു അക്കാലത്ത്. കോഴിക്കോട് താലൂക്കിലും അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനായിരുന്നു. സ്റ്റാലിൻ മാധവൻ നായരാണ് ഇവിടെ തന്നെ ആയതിനെക്കൊണ്ട്, പറ്റമ്മിൽ തന്നെ ആയതിനെക്കൊണ്ട് പിന്നെ എല്ലാ പിന്നെ തിരകളും ഞങ്ങളിലേക്ക് എത്തും. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം വിളിച്ച് നെല്ലിക്കോട് ഭാസ്കരനെയും വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കിവിടെ ഒരു ബാലസംഘമാണ്,
അതൊരു പക്ഷേ 41-42 കാലത്തായിരിക്കും. വളരെ ഊർജ്ജസ്വലമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യ സമര കാലഘട്ടമാണത്. പക്ഷേ ഞങ്ങൾക്കതിനെ സംബന്ധിച്ച് അത്ര ധാരണയൊന്നുമില്ല. അപ്പോൾ ബാലസംഘം നമ്മൾ റെഡി, കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ബാലസംഘമാണല്ലോ. അപ്പം കമ്മ്യൂണിസ്റ്റുകാരാണ് സംഘടിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കൊന്നും നോക്കാനില്ല, ഞങ്ങളെന്തായാലും. പക്ഷേ ബാലസംഘം ഉണ്ടാക്കിയ തൊട്ടടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ വീട് മാറി മുകളിലോട്ടൊക്കെ എത്തി. അവിടെ ഞങ്ങൾക്ക് നല്ല സ്വാധീനമായി. ഒരു 10-13 കുട്ടികൾ ആയി. അങ്ങനെ ആ ബാലസംഘത്തിലൂടെയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തുന്നത്. ഒരു 16 വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ കോമൺവെൽത്തിലൊരു ജോലിക്ക് ചേർന്നു. അവിടെ യൂണിയനിൽ ചേർന്നു. ആ കൊല്ലം തന്നെ 46 പിന്നെ കോഴിക്കോട്ടെ നെല്ലിക്കോട്ടെ പാർട്ടി സഹാക്കൾ ഒരു യോഗം ചേർന്നു. അതിൽ ഇനിയും പങ്കെടുപ്പിച്ചു. ആണ്ടിക്കുട്ടി മാസ്റ്ററാണ് അതിൻ്റെ അധ്യക്ഷനായി. ഇപ്പോഴും ഞാനത് ഓർക്കുന്നത്. എന്ന് വെച്ചാൽ അതൊരു സുപ്രധാന കാര്യമായിരുന്നു ഞങ്ങൾ. എന്ന് വെച്ചാൽ അതിൽ വെച്ചിട്ട് ഇന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ കാൻഡിഡേറ്റ് മെമ്പറായിട്ട് നിർദ്ദേശിക്കപ്പെടുകയും അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാവുന്നത്. അവിടെ യൂണിയനിലായി. ആ കൊല്ലം തന്നെ ഒരു യൂണിയൻ്റെ കോമൺവെൽത്തിൽ മാത്രമായിട്ടാണോ അത് കോഴിക്കോട്ടെ മുഴുവൻ തൊഴിലാളികളാണോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ കുറച്ച് പ്രയത്നിച്ചാൽ കിട്ടിയേക്കും. അങ്ങനെ ഒരു പൊതു പണിമുടക്കമാണ് അത് നടത്തുന്നത്. ആ പണിമുടക്കം ഏറെക്കുറെ 3 മാസക്കാലം എന്നുണ്ട്. അതിൽ സജീവമായിട്ട് ആദ്യാവസാനം സത്യാഗ്രഹത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും ഞാൻ പങ്കെടുക്കേണ്ടത്. പലപ്പോഴും പലരും ഭൂരിഭാഗം ആൾക്കാരും പണി മുടക്കി വീട്ടിലിരിക്കുകയും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടും. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് കമ്പനിയിലെത്തി സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും അവിടെ കൊടിയും പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. വൈകുന്നേരം മാത്രമാണ് തിരിച്ചു പോരുക. അങ്ങനെ ഞാൻ ഏറെക്കുറെ രാഷ്ട്രീയത്തിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലും 1946 തന്നെ പ്രവേശിച്ചു. പിന്നെ 47 കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ഫുൾ പെയ്ഡ് മെമ്പറായി. മെമ്പർഷിപ്പ് വാങ്ങാൻ തുടങ്ങുന്നതൊക്കെ അപ്പോഴാണ്. ഒരു പക്ഷേ അക്കാലത്തെ കോഴിക്കോട് താലൂക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ രേഖകൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ 47 കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിട്ട് എൻ്റെ പേര് കാണും. പക്ഷേ തൊട്ടടുത്ത കൊല്ലം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ഏറ്റവും ഗതികെട്ട കാലം, കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ അല്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ തന്നെ VT രമണദേവൻ്റെ സായുധ സമര പ്രഖ്യാപനം വന്നു. ആ കൊല്ലം 48-49 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ദുരന്തകാലമായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ദുരന്തകാലമായിരുന്നു. പ്രത്യേകിച്ചും വടക്കേ മലബാറിലെ കണ്ണൂരിലെ സഹാക്കളുടെ ദുരന്തകാലമായിരുന്നു. 46 തന്നെ പുന്നപ്രവയലാർ സമരം നടന്ന പല സഹാക്കളും ഇവിടെ ഒളിവിലുണ്ട് മലബാറിൽ. ആ കൂട്ടത്തിലാണ് 48 ഏറെക്കുറെ ഭൂരിഭാഗം സഹാക്കളും, ചിലപ്പം പ്രവർത്തകർ പോലും, എന്താണെന്ന് വെച്ചാൽ ചില നിയമവിരുദ്ധ കാര്യങ്ങൾ നടക്കുന്നു, അതിനോടനുബന്ധിച്ച് പുതിയ കേസുകൾ വരുന്നു, അപ്പോൾ സഹാക്കൾ ഒളിവിൽ പോകുന്നു, അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഒളിവിലുള്ള സഹാക്കൾക്ക് പരമാവധി സഹായം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് തന്നെ ഞാൻ ഒളിവിലുള്ള ഒരു സഖാവിനെയായിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അമ്മ ഭയന്നിട്ട് 2 ദിവസത്തേക്ക് ഉറങ്ങിയില്ല. ഒരു പക്ഷേ ഇത് എപ്പോഴാണ് പോലീസുകാർ വരിക എന്നുള്ളത് അമ്മക്ക് കാര്യമൊന്നും, അച്ഛൻ സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ ആണെങ്കിലും പിന്നീട് എല്ലാവർക്കും അതൊരു ശീലമായി. ഒളിവിലുള്ള സഹാക്കൾ വരുന്നു, അവർ യോഗം ചേരുന്നു. സുരക്ഷിത ഷെൽട്ടർ എന്നാണ് അവർ നമ്മളെ വീടിനെ പറ്റി പറയുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അച്ഛൻ്റെ ബന്ധങ്ങളുണ്ട്. അച്ഛനും അമ്മയും ആ പ്രദേശത്തെ കാര്യങ്ങൾക്കൊക്കെ ഓടി നടക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവിടെയാണ് പലപ്പോഴും ഇവരുടെ താലൂക്ക് കമ്മിറ്റി, മറ്റ്
അക്കാലത്ത് ചെവായൂർ ഫർക്കയാണ്, അങ്ങനെയാണ് സംഘാടനത്തിൽ ഫർക്ക എന്നാണ് പറയുക. അതിൻ്റെ കമ്മിറ്റി ഇതൊക്കെ ചേരും. അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ ഈ ഒളിവിലുള്ള സഹാക്കളുമായിട്ടുള്ള ബന്ധം ഒരു രാഷ്ട്രീയമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതാണ്. കമ്പനിയിലാണെങ്കിലും തൊഴിലാളികൾ അന്ന് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രധാന കേന്ദ്രം തന്നെ ഫാക്ടറികളിലായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. 70ഓളം പത്രങ്ങൾ തന്നെ, ദേശാഭിമാനി തന്നെ അവിടെ കോമൺവെൽത്തിൽ വിൽക്കാൻ വേണ്ടി നമ്മുടെ ഒരു പ്രത്യേക സഹോദരൻ അപ്പുട്ടിയേട്ടൻ ആണ് അത് കൊണ്ടുവരിക. അങ്ങനെ ചിലവഴിക്കായിരുന്നു. പിന്നെ അത് കൈമാറി ഏറെക്കുറെ ഞാൻ വായിക്കുന്ന പത്രം തന്നെ ഏറെക്കുറെ 10ഓളം തൊഴിലാളികൾ അത് വായിക്കായിരുന്നു. അപ്പം ചെറിയ കൂലി കിട്ടിയിരുന്ന നല്ലി എടുത്ത് സ്ത്രീകളെടുത്തുന്ന നെയ്ത്തുകാർക്ക് കൊണ്ടു കൊടുക്കുക, ചിറ്റുന്ന സ്ത്രീകളായിരുന്നു. അവിടേക്ക് നല്ലിമുറിയിലേക്ക് പുരുഷന്മാർക്ക് പ്രവേശിക്കാൻ പാടില്ല, നെയ്ത്തുകാർക്ക്. അതാണ് ഞങ്ങളുടെ ജോലി. ആ കാലത്ത് തന്നെ ഞാൻ ഈ പത്രം വായിക്കാനും രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളിൽ ഏർപ്പെടാനും സംവാദങ്ങളിൽ ഏർപ്പെടാനും തുടങ്ങി. അതൊരു വലിയ വളർച്ചയായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിവിധ പ്രദേശങ്ങളിൽ മുക്കത്തുനിന്ന് പോലും തൊഴിലാളികൾ വരുന്നുണ്ട് സൈക്കിളൊക്കെ ആയിട്ട്. കുഞ്ഞേട്ടൻ മുക്കത്തുനിന്ന്, അദ്ദേഹമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ സംഘടിപ്പിച്ചത്. ഇങ്ങനെ കോട്ടൺ മില്ലിലെയും പിന്നെ ചെറുവണ്ണൂരിലെയും കോഴിക്കോട്ടെ ചൂടി കമ്പനികളിലെയും നെയ്ത്ത് കമ്പനികളിലെയും തൊഴിലാളികളാണ് ആദ്യകാല കർഷക മേഖലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വ്യാപിപ്പിച്ചതും പ്രവർത്തിച്ചു കൊണ്ടിരുന്നതും അവരുടെ നേതാക്കന്മാരായിരുന്നു. അപൂർവം മാത്രമാണ് അന്ന് ഈ പെറ്റി ബുർഷ ബുദ്ധിജീവികളിൽ നിന്നുള്ള പാർട്ടിയിലേക്കുള്ള ഒഴുക്കാവട്ടെ നേതാക്കന്മാരിൽ ചിലരുണ്ടായിരുന്നു എന്നുള്ളതാണ്. സാധാരണ പ്രവർത്തകന്മാർ മുഴുക്കെ തൊഴിലാളികളായിരുന്നു. ആ രീതിയിലുള്ള ഒരു കാലഘട്ടത്തിലൂടെ വളർന്നു വന്നു എന്നുള്ളത് മാത്രമല്ല, എനിക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു സഹായപ്പം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്നെ വ്യത്യസ്തമായിട്ട് പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ദേശപോഷണിയുടെ സഹായമാണ്. 13 വയസ്സിൽ തന്നെ ഞാൻ ദേശപോഷണിയിൽ മെമ്പർഷിപ്പ് എടുത്തു. എന്നുവെച്ചാൽ ഈ സ്കൂള് വിട്ട് ഇങ്ങനെ തെണ്ടിത്തിരിയുന്ന കാലത്താണ് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ കണ്ടക്കാൻ വീട്ടിൽ കിടന്നിരുന്നാൽ എന്നെ ദേശപോഷണിയിൽ മെമ്പർഷിപ്പ് എടുക്കുക. ആദ്യം ചെറുപ്പത്തിലാണ് ഞാൻ ഈ വലിയച്ഛൻ്റെ പുസ്തകം ഞാൻ വായിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 2-3 വയസ്സ്, അല്ല 2-3 ക്ലാസ് പഠിക്കുന്നവരാണ്. 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ. വലിയവൻ പറയായിരുന്നു ഇവനിത് മെനക്കെട്ടിരുന്ന് വായിക്കുന്നുണ്ട്. അതൊരു കംപ്ലൈൻ്റ് ആയിട്ടാണ് വലിയച്ഛനോട് പറഞ്ഞത്. പക്ഷെ വലിയച്ഛൻ പറഞ്ഞു അത് നല്ല കാര്യമല്ലേ, അത് വായിക്കട്ടെ. അങ്ങനെ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വലിയച്ഛൻ്റെ വീട്ടിൽ പോവും. അത് 3-4 ദിവസം കൊണ്ട് വായിച്ച് തീർത്തു. അങ്ങനെ ഒരു നോവൽ വായിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ പേര് കൃത്യമായിട്ട് ഓർമ്മിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈയിടെ അതിനെ പറ്റിയിട്ട് ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു പേര് ഓർമ്മ വരികയും ചെയ്തു. എന്തായാലും അത് അപ്പോൾ അന്ന് വായനയിൽ എനിക്ക് വലിയ പ്രിയമാണ്. പിന്നീട് ദേശാഭിമാനി വായിക്കാൻ തുടങ്ങി 16 വയസ്സിൽ. അതിൻ്റെ മുന്നേ ഞങ്ങളെ ബസാറിൽ തന്നെ പിന്നെ ഒരു പത്രവായനൻ്റെ കേന്ദ്രമുണ്ട്. ഒരാൾ വായിക്കും, മറ്റുള്ളവരെല്ലാം കേട്ടും. എല്ലാം മാതൃഭൂമി മനോരമ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ അക്കാലത്ത് മാതൃഭൂമി മാത്രം വായിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. 2 പേര് മാറി മാറി വായിക്കുകയായിരുന്നു. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ ഒരു 10-20ഓളം പേര് ഇങ്ങനെ കാത്തിരിക്കും. കോൺഗ്രസ്സുകാരുണ്ടാകും, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകും. ഇതൊക്കെ പത്രവായന കഴിഞ്ഞതിന് ശേഷം ശക്തമായിട്ടുള്ള വാദപ്രതിവാദമാണ് മാറി മാറി നിന്നിട്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു വാദപ്രവാദം കഴിഞ്ഞതിന് ശേഷം ചായപ്പടിയിൽ കയറി ഒന്നിച്ച് ഇന്നത്തെ മാതിരി കത്തിക്കുത്തും ഗുലുമാലും ഒന്നുമല്ല, അങ്ങേറ്റത്തെ സൗഹൃദം നിലനിന്ന ഒരു കാലഘട്ടമായിരുന്നത്. ഇത്രമാത്രം ശക്തമായിട്ടുള്ള വാദപ്രതിവാദവും രാഷ്ട്രീയ സംവാദങ്ങളും ഒക്കെ നടന്നിട്ടും എന്തെങ്കിലും ഒരു പ്രശ്നം ആ കാലത്ത് ഉണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഈ രീതിയിലുള്ള ഒരു വളർച്ചയാണ് ഏറെക്കുറെ
പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോഴിക്കോട്ടെ നെയ്ത്തൊഴിലാളി യൂണിയനിൽ പാർട്ടി വളണ്ടിയർ കോറിൽ ഇതിലേക്കൊക്കെ ഞാൻ എത്തുന്നതും അതിൻ്റെയൊക്കെ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് ഞാൻ വരുന്നു ഈ പാർട്ടീൻ്റെ വളണ്ടിയർ കോറിൽ 1950 ഞാൻ വളണ്ടിയർ മറ്റേ ഓഫീസേഴ്സ് ട്രെയിനിങ് എടുക്കുന്നത് ഏറെക്കുറെ 2-3 ആഴ്ച. അപ്പോൾ ഇങ്ങനെ അതിൽ പിന്നീട് ഞാൻ അതിൻ്റെ സ്റ്റേറ്റ് വളണ്ടിയർ ക്യാപ്റ്റന്മാരിൽ 5 പേരിൽ ഒരാളായിരുന്നു. പിന്നെ കോഴിക്കോട്ടെ ഏറ്റവും വലിയ അക്കാലത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ആയിരുന്നു കോഴിക്കോട് താലൂക്ക് നെയ്ത്തൊഴിലാളി യൂണിയൻ. അതിൻ്റെ സെക്രട്ടറിയായിട്ടും പ്രസിഡൻ്റായിട്ടും പിന്നെ പ്രവർത്തിച്ച് പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് 1968 രാജിവെച്ചപ്പം അവരെന്നെ അതിൽ നിന്ന് പിന്നെ പുറത്താക്കാൻ പരിശ്രമിച്ചു. പക്ഷേ ആ സ്ഥാനം 3 വർഷത്തോളം അവർ പുറത്താക്കാൻ പരിശ്രമിച്ചിട്ട് കഴിയാതെ അവസാനം ഞാൻ ജയിലിലെത്തിയപ്പോഴാണ് അവർക്ക് പിന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നെ പുറത്താക്കാൻ കഴിഞ്ഞത്. പുറത്താക്കല്ല, അവരോടുകൂടി ഞാൻ ജയിലിൽ 7 കൊല്ലമായുള്ളൂ. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് 1968 ഞാൻ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നത്. അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ അത് വളരെ ദീർഘിച്ചതും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നടന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള യുദ്ധങ്ങളോട് ചേർന്നതാണ് അത്.